ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയുമ്പോഴത്തേക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചിരുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഓണപ്പരീക്ഷയൊക്കെ കൊണ്ട് എനിക്ക് ഇത് ഇടാൻ പറ്റിയില്ല, സോറി. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ സഹായിക്കുമായിരുന്നു കേട്ടോ, പാത്രം കഴുകുമായിരുന്നു. അമ്മയാണെങ്കിൽ ഓടി നടക്കുന്നതെന്ന് വെച്ചാൽ അമ്മയെ മറ്റേ ആ കഞ്ഞി അടുപ്പത്തിടുമായിരുന്നു, അതായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത്. അങ്ങനെ ഞാൻ പാത്രം കഴുകിയിട്ടതൊക്കെ കൊണ്ട് അവിടെ വെച്ചു. മുത്താണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തൂത്തിട്ട് വരുമായിരുന്നു കേട്ടോ ഗൈസ്. ഇത് ശനിയാഴ്ച രാത്രിയുള്ള വ്ളോഗാണ് കേട്ടോ ഗൈസ്. അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട് കിടക്കാണ് മറ്റേ ചായ കുടിച്ച പാത്രമൊക്കെ. അപ്പോൾ അതും കഴുകാനായിട്ട് ഞാൻ വന്നു. അപ്പോഴത്തേക്കുമാണ് പപ്പ സ്റ്റാൻഡുമായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പാക്ക് ഞാൻ ചായ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പാക്ക് മധുരമില്ലായിരുന്നു, അപ്പോൾ മധുരവും കൂടി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഗൈസ്. ആ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഇത് രാവിലെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. പപ്പമ്മക്കാണെങ്കിൽ ഞാൻ റേഡിയോ വെച്ച് കൊടുക്കുമായിരുന്നു. രാവിലെ തന്നെ അപ്പമ്മ റേഡിയോ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെയ്തതാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോഴത്തേക്കും മുത്തണെ കുളിച്ച് സുന്ദരിക്കുട്ടപ്പയായിട്ട് മുടി കെട്ടുമായിരുന്നു, അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുരിദാറാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മുടി കെട്ടി പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഗൈസ്. സുന്ദരിക്കുട്ടപ്പയായിട്ട് മുത്ത് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തപ്പോഴേക്കും ഞാൻ കണ്ണൊക്കെ നിങ്ങളൊന്ന് കാണിക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഞാൻ ശ്രദ്ധിച്ചത് കണ്ണ് മേളിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ തുടച്ച് കളയുമായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും പോയിട്ടില്ല കേട്ടോ. അത് മറ്റേ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇത് പോയില്ല. പിന്നെ അത് ഇത് ഞങ്ങളുടെ മറ്റേ ടിഫിൻ ബോക്സും വെള്ളവും കുപ്പിയുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. മൊത്തമാണെങ്കിൽ വഴക്കിട്ട് എങ്ങനെ ഇരിക്കുവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേര് ഫുഡ് കഴിക്കണം സ്പീഡിലിട്ടാണ് കേട്ടോ. റിച്ചൻ്റെ ഇരിപ്പ് കണ്ടില്ലേ. അത് കണക്ക് അവൻ ഇരുന്നിട്ട് അവനവിടെ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വന്നിരുന്നു. റിവേഴ്സ് കണക്കായിരുന്നു കേട്ടോ. അവൻ്റെ ഡാൻസൊക്കെ കളിക്കുന്ന കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നത് റിച്ചത് വേറെയും കഴിച്ചോ അല്ലെ പപ്പ വരുമ്പോഴത്തേക്കും വഴക്ക് പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവനാണെങ്കിൽ ക്യാമറയിൽ നോക്കി എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പിന്നെ പോയി. അങ്ങനെ പാത്രം വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ അവനൊക്കെ ഇരുന്ന സ്ഥലത്ത് കയറി വെച്ചിട്ട് അങ്ങനെ ഞാൻ വഴക്കിട്ട് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പുമ്മ അവിടെ വന്നിരുന്നു. മറ്റേ പുട്ടിന് എന്തോ ഇത് കുഴയ്ക്കുമായിരുന്നു തോന്നുന്നു. കുറേ ദിവസം മുമ്പായതുകൊണ്ട് എനിക്ക് എന്തോ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിച്ചനോട് തന്നെ അവിടെ ഇരുന്നു, ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുത്തിയത് കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എൻ്റെ സംഭാഷണമാണ്, അത് നിങ്ങളൊന്ന് കേട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഓടിയപ്പോൾ എനിക്ക് വേർത്തു ഗൈസ്. ഞങ്ങൾ നല്ല കിടുക്കാച്ചി മഴ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ പപ്പയും ഉമ്മയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കിടുക്കാച്ചി മഴ വരുന്നുണ്ട് ഗൈസ്. മഴ വരുന്നുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. പപ്പ അവിടെ ഡ്രൈവിങ്ങിലാണ് ഗൈസ്. ഡ്രൈവിങ്. റിച്ചപ്പൻ ഇവിടെ പതിവ് പോലെ അവൻ അവിടെ നിൽപ്പുണ്ട്. ഞാനിവിടെ പതിവ് പോലെ ഇരിപ്പുണ്ട്. മഴ പെയ്ത് ചാറ്റമഴ കാണിച്ചു തരാം. മനസ്സിലാവും മഴ പെയ്തോ. മഴയുടെ പാടുണ്ട് ഗൈസ്. സ്ക്രാച്ചസ് വീണ പോലെ ഇവിടെ ഒരു ബിരിയാണി കടയാണ്.
കേട്ടില്ലേ ഗൈസ്? അത് കണ്ടത്. പിന്നെ ഇതൊക്കെ വൈകുന്നേരത്തെ സീനാണ്. അവരിങ്ങനെ തന്നെ ഫോണൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തേച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടുന്ന സീനായിരുന്നു. ഞങ്ങൾക്ക് അപ്പച്ചാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലും പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലും പോകണമായിരുന്നു. വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയുള്ള വീഡിയോയിൽ അത് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് റിച്ചനാണെങ്കിൽ പപ്പാൻ്റെ ഫോണും പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറ് വന്നപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. നമ്മളങ്ങനെ കൊമ്മാടിയിലോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇൻട്രോ പറഞ്ഞോ ഞാൻ പറയുന്നില്ല. ഗൈസ് നമ്മളിപ്പോ നമ്മുടെ ഡെയിലി മൈ ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഒരു കറങ്ങാനായിട്ട് പോവാണ്. ഒരു സൺഡേ ട്രിപ്പാണ്. ഇനി ട്രിപ്പൊക്കെ വരാൻ കിടക്കുന്നു. വെക്കേഷന് ഞങ്ങൾ ബീച്ചിലൊക്കെ പപ്പാനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി പോകും. ഞങ്ങൾ മത്സരിച്ച് കൊണ്ടുപോകും. അതെ ഗൈസ്. വലിയ വെക്കേഷൻ നമ്മളെങ്ങും പോയില്ല. കാരണം നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യം പറഞ്ഞു. അതിൽ കാരണമാണ് നമ്മൾ ലോങ് വീഡിയോ പറഞ്ഞ പിന്നെ അതിൽ വരെ അതുകൊണ്ടാണ് അങ്ങനെ ചെലവായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസവും നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ പോകാൻ പറഞ്ഞപ്പോ ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങളിത് കാണുക, ഫുള്ളായിട്ട് കാണുക. നമുക്ക് അപ്പൊ ആദ്യം നമ്മള് ഏതോ ശ്രീനി ആന്റിയുടെ വീട്ടിലോട്ടാണ് പോണത്. ഏത് ആന്റിയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് പോകുന്നത് വഴി കാണാം. കഴിഞ്ഞിട്ട് ഞാൻ എന്താ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ പപ്പാൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ അമ്മയുടെ വിളിക്കുമായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അമ്മ എൻ്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സീൻ പറയുന്നത് കേട്ട് നോക്കാം. ഒരു വീട് ചേച്ചി നിങ്ങൾ തന്നെ നോക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടം വരെ പോയാൽ മതിയോ? അവിടം വരെ പോയാൽ മതിയോ? കൊള്ളാല്ലേ സ്ഥലം? അവിടെ ഒരു വീടുണ്ട്. ഇത് നമ്മുടെ കാറുണ്ട്. ഇതായിരുന്നു കേട്ടോ ശ്രീനി അപ്പൂപ്പനാണെങ്കിൽ ഞങ്ങൾക്ക് പേരൊക്കെ പറിച്ചിരിക്കുന്നു. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് 3 പേരൊക്കെ അപ്പൂപ്പൻ പറിച്ചിരുന്നു. കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പേരയ്ക്ക് കുഞ്ഞു പേരയ്ക്കായിരുന്നു. അപ്പം അത് പറിച്ചിരുന്നായിരുന്നു. എനിക്ക് ഇത് കഴിക്കാമെന്നും പറഞ്ഞു. മുത്തറിച്ചും ബാക്കി വെച്ചെന്ന് തോന്നുന്നു. ഞാനും പപ്പയും ഫുള്ള് കഴിച്ചു. ഞാൻ കഴിച്ചു. പിന്നെ പപ്പ മുത്തിൻ്റെ റിച്ചുവിൻ്റെ ബാക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കുറേ ദിവസം മുമ്പുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വോയിസ് പറയുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുമല്ല അമ്മ നേരെ എടുത്ത മറ്റേ റിയൽ സൈസിലാണ് അമ്മ എടുത്തത്. അതപ്പോൾ അത് ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ വ്ളോഗ് സൈസിലാക്കി വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂപ്പൻ കഴുകാനായിട്ട് പോയി. കഴുകാനായിട്ട് സീൻ അതിൻ്റെ വരുന്നുണ്ട്. കഴുകാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനാണ് പേരയ്ക്ക ഇങ്ങനെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുകയത് കേട്ടോ. പേരയ്ക്ക, ഇതൊരു പേരയ്ക്ക, നല്ല പേരയ്ക്ക, മധുരമുള്ള പോയാ? ഇല്ല, പോയില്ല. പേരയ്ക്ക, മധുരമുള്ള പേരയ്ക്ക, പേരയ്ക്ക, മധുരമുള്ള പേരയ്ക്ക, ഓ പേരയ്ക്ക വേണോ വേണോ വേണോ. ഗൈസ്, ആ ചേട്ടൻ പറിച്ചു തന്ന പേരയ്ക്കയാണ്. ഇതാണ് ഉണ്ടായിരുന്നത് പേരയ്ക്ക. ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മരത്തിൽ ഉണ്ടായിരുന്ന
ഇത്രയും പറമ്പുണ്ടായിട്ട് ഈ ഒരു പേരക്കയാണ് കിട്ടിയത് ഗൈസ്. പിന്നെ ഉണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഒന്നുമില്ല. വേറെന്തൊക്കെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുവാ അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. 3-4 ചെടിയോ മരങ്ങളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സാണ്. പക്ഷേ എനിക്കറിയത്തില്ല ഗൈസ് എന്നാണെന്ന്. ഇതേ അറിയൂ, പേരയ്ക്ക. അത് കഴിഞ്ഞിട്ട് ഇത് മുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. അമ്മേൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഗൈസ്? കൊള്ളായിരുന്നു അമ്മയുടെ പാട്ട്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് മുത്താണ് സൂപ്പറൊക്കെ കാണിക്കുമായിരുന്നു. ഇതായിരുന്നു കേട്ടോ കുഞ്ഞുവാവ. നേരത്തെ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ട കണക്കാണ്. ഇത് നമ്മുടെ കുഞ്ഞാവയാണ്, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാവയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വാവയാണെങ്കിൽ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. കണ്ടില്ലേ, വാവ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി അമ്മ എല്ലാവരെയും കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടില്ലേ. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കണ്ടില്ലേ, എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഉണ്ട് എന്ന്. അമ്മയായിരുന്നു അവിടെ ഇതൊക്കെ എടുത്തത്. ഇത് പപ്പ അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. കുറേയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ. മാക്സിമം ഞങ്ങൾ അമ്മ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടിയേ ഉള്ളൂ ഞാൻ എടുക്കാൻ നോക്കി, പക്ഷേ ഇത്രയും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞത് വാവയൊക്കെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ സോറി ഗൈസ്, ഞാൻ ഒന്നും പറയുന്നില്ല, അത് എന്തോ വേറൊരു ശബ്ദം കയറിയപ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി അടിച്ചു പിടിച്ചേക്ക്. ബൈ.